ഞാൻ സിറ്റിയിൽ ഫേർണിച്ചർ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എത്രയൊക്കെ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടും എനിക്ക് സെയിൽസ് ഒന്നും അങ്ങോട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫേഴ്സിനെയും പ്രൊഡക്ട്സിനെയും കുറിച്ച് കസ്റ്റമേഴ്സ് അറിയുന്നില്ല. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡിഡാസും ഒരു ലോക്കൽ ബ്രാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഈവൻ ദോ ക്വാളിറ്റി സെയിം ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുക അഡിഡാസ് ആയിരിക്കും. കാരണം അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. സർവീസ് ഞങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, ഗീവവേസ്, ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് തുടങ്ങിയവ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിനുള്ള ഗൈഡൻസ് ആൻഡ് സ്ട്രാറ്റജി പ്ലാനിങ് ആണ് മെന്റർ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഡക്ട്സ് ഓർ സർവീസിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ സ്പേസ് ആയിട്ടാണ്. ത്രൂ ഇൻസ്റ്റഗ്രാം റീൽസ്, ക്രിയേറ്റീവ് പോസ്റ്റ്, പെയ്ഡ് പ്രൊമോഷൻ, സ്പോൺസർഡ് ആഡ്സ് ഒക്കെ ത്രൂ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ബിസിനസ് മെയിനായിട്ട് ലോക്കൽ സെർച്ച് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗൂഗിളിൽ നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്ട് നമ്പർ, സർവീസസ്, പ്രോഡക്ട്സ്, വർക്കിംഗ് അവേഴ്സ് അതൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പോവല്ലേ ഒരെണ്ണം കൂടി വെബ്സൈറ്റ്. സ്റ്റോർ നമ്മുടെ ഫിസിക്കൽ സ്പേസ് ആണെങ്കിൽ വെബ്സൈറ്റ് നമ്മുടെ ഓൺലൈൻ സ്പേസ് ആണ്. സ്റ്റോർ ഫിസിക്കലി വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കസ്റ്റമേഴ്സിനെയും ത്രൂ വെബ്സൈറ്റിൽ കൂടെ പ്രോഡക്റ്റ്, സർവീസ്, പ്രൈസ് അറിയാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ്.